യിൽ ഭരണകക്ഷിയായ ബിജെപിക്കുള്ളിലെ അസ്വസ്ഥതകളും മുറുമുറുപ്പുകളും പുറത്തേക്ക് മുഴങ്ങി തുടങ്ങി. അതിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗമാണ് വേദി. അവിടേക്ക് നടന്നെത്തുന്ന അമിത്ഷായെ യോഗി ആദിത്യനാഥ് കൈകൂപ്പി വണങ്ങാൻ കൂട്ടാക്കിയില്ല. അതേസമയം തൊട്ടു പിന്നാലെ വന്ന രാജ്നാഥ് സിംഗിന് കൈകൂപ്പി നമസ്കാരം പറയുകയും ചെയ്തു. മോദി മുറിയിലേക്ക് വന്നപ്പോഴും യോഗി എഴുന്നേറ്റ് നിന്നതല്ലാതെ നമസ്കാരം പറയുന്നില്ലെന്നും ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ യോഗി സർക്കാരിന് ചുവട് തെറ്റുന്നു എന്ന വാർത്തകൾ ശരിവെക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യയും ബ്രിജേഷ് പാഠകും മുഖ്യമന്ത്രിക്കെതിരെ തുടങ്ങിവെച്ച പടയൊരുക്കം പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് തന്നെ തലവേദനയായിരിക്കുന്നു. നിയമസഭയിലെ 10 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ യോഗിയുടെ നില കൂടുതൽ പരുങ്ങലിലായിട്ടുണ്ട്. RSS ലോബി യോഗിക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. അടുത്ത പ്രധാനമന്ത്രിയായി യോഗിയെ ഉയർത്തിക്കാട്ടാനാണ് സംഘപരിവാർ ലോബിയുടെ ശ്രമം. എന്നാൽ കടും വെട്ടി യോഗിയെ ഒഴിവാക്കാനാണ് മോദി ഷാ ലോബിയുടെ നീക്കം. ഡൽഹിയിലെ വൈഫൈ കണക്ഷന് യിൽ നിന്നുള്ള പാസ്വേഡ് എന്നും മറ്റും കേശവ് പ്രസാദ് മൗര്യയെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പരിഹസിച്ചിരുന്നു. ഡൽഹിയിൽ BJP അധ്യക്ഷൻ JP നദ്ദയുമായി മൗര്യ കൂടിക്കാഴ്ച നടത്തിയതിനെ സൂചിപ്പിച്ചായിരുന്നു അഖിലേഷ് യാദവിന്റെ പാസ്വേഡ് പരാമർശം. തൊട്ടു പിന്നാലെ യോഗി വിളിച്ച യോഗത്തിൽ നിന്നും മൗര്യ വിട്ടുനിന്നതും ചർച്ചാ വിഷയമായിരുന്നു. കോൺഗ്രസിന്റെ ചാവേറാണ് അഖിലേഷ് എന്ന് മൗര്യ തിരിച്ചടിച്ചെങ്കിലും BJPയുടെ യിലെ വിള്ളൽ മറച്ചുവെക്കാൻ അതൊന്നും ഉപകരിച്ചിട്ടില്ല. യിലെ തിരിച്ചടിയുടെ കാരണങ്ങൾ വിലയിരുത്താൻ പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളുമായി യോഗി ആദിത്യനാഥ് കൂടിക്കാഴ്ചകളുടെ പരമ്പര തന്നെ നടത്തി. അതിൽ ചില യോഗങ്ങളിൽ നിന്നും മൗര്യയും ബ്രിജേഷ് പാഠകും വിട്ടുനിന്നതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിലെ വിള്ളൽ പുറത്തു വന്നു തുടങ്ങിയത്. സർക്കാരും ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരെ അവഗണിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന മൗര്യയുടെ പ്രസ്താവനയുടെ ഉന്നവും യോഗിയാണ്. തങ്ങൾ പറയുന്നതൊന്നും ഉദ്യോഗസ്ഥർ ചെവി കൊടുക്കുന്നില്ലെന്ന് യോഗി സർക്കാരിലെ മന്ത്രിമാർ തന്നെ നിരന്തരം പറയുന്നതും ഇതിനോടകം ചേർത്ത് വായിക്കണം. അടുത്ത കാലത്ത് സർക്കാർ സ്കൂളുകളിൽ ഡിജിറ്റൽ ഹാജർ നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിനെതിരെ അധ്യാപകർ പ്രതിഷേധിച്ചപ്പോൾ ഏതാനും BJP MLA-മാർ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയിരുന്നു. തങ്ങളുടെ നിലപാട് മുഖ്യമന്ത്രിയെ സ്വകാര്യമായി അറിയിക്കാനല്ല അവർ തയ്യാറായതെന്നതും ശ്രദ്ധേയമാണ്. മൗര്യയുടെ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളും അപ്നാദൾ കെ നേതാവുമായ പല്ലവി പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയാണ് യോഗി ആദിത്യനാഥ് തിരിച്ചടിച്ചത്. സിറാത്തിൽ 2019 മൗര്യയെ പരാജയപ്പെടുത്തിയത് പല്ലവിയായിരുന്നു. യോഗി സർക്കാരിനെ ഇടയ്ക്കിടയ്ക്ക് തലവേദനയുണ്ടാക്കുന്ന സഖ്യകക്ഷിയായ അപ്നാദൾ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമാണ് പല്ലവിയുടെ സഹോദരി അനുപ്രിയ പട്ടേൽ. സംസ്ഥാനത്തെ ഹൈവേകളിൽ ടോൾ പിരിവുകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഈയിടെ അനുപ്രിയ ശബ്ദമുയർത്തിയിരുന്നു. അനുപ്രിയയ്ക്ക് കൂടിയുള്ള ഒരു താക്കീതാണ് യോഗി പല്ലവി കൂടിക്കാഴ്ച എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നു. വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ BJPയുടെ ഉന്നത നേതൃത്വത്തിന് കഴിയാത്തത് എന്തുകൊണ്ട്? ഉത്തരം ലളിതമാണ്. 2 ഉപമുഖ്യമന്ത്രിമാരും പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. തങ്ങൾ നിസ്സാരക്കാരനല്ലെന്ന് യോഗിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ഇരുവരും നടത്തിയിട്ടുള്ളൂ. ഠാക്കൂർ സമുദായത്തിൽ നിന്നുള്ള ആളാണ് യോഗി ആദിത്യനാഥ്. മൗര്യ OBC വിഭാഗത്തിൽ നിന്നും, ബ്രിജേഷ് പാഠക് ബ്രാഹ്മണനും, അനുപ്രിയ പല്ലവി സഹോദരിമാരും OBC പ്രതിനിധികൾ തന്നെ. ജാതി തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ OBC ആണ് യിലെ പ്രബല വിഭാഗം. എണ്ണത്തിൽ അവരെക്കാൾ വളരെ കുറവാണെങ്കിലും യിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ഭൗതികവും സാമൂഹികവുമായ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണ സമുദായം. മൗര്യയുടെയും അനുപ്രിയയുടെയും സഹായം ഇല്ലാതെ പല്ലവിയെ മുൻനിർത്തി OBC വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന് യോഗി കണക്ക് കൂട്ടുന്നുണ്ടാവാം. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബ്രിജേഷ് പാഠകിന്റെ ശക്തി പാർട്ടിക്ക് തന്നെ മനസ്സിലായി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് പുതിയ ആളുകളെ എത്തിച്ചത് ബ്രിജേഷിന്റെ നേതൃത്വത്തിലാണ്. പിളർപ്പ് വീരൻ എന്നും ബ്രിജേഷിന് പേര് വീണു. മൗര്യയും തന്റെ കഴിവ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA-മാരോടും MLC-മാരോടും മന്ത്രിമാരോടും ഒപ്പമുള്ള ഫോട്ടോകൾ തുടരെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം. വിട്ടുവീഴ്ചയില്ലാത്ത ഹിന്ദുത്വ നിലപാടുകളാണ് യോഗിയുടെ കയ്യിലെ വലിയ ആയുധം. ഖാൻവഡ് യാത്രയുടെ പാതയിൽ കടകളുടെ ബോർഡുകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിലൂടെ അദ്ദേഹം അത് കൂടുതൽ ബലപ്പെടുത്തി. പക്ഷേ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയും പാർട്ടിക്കാർ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരാണെന്ന പ്രതീതി ഉണ്ടാകുകയും ചെയ്താൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് കൂടുതൽ തിരിച്ചടിയാകും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ കേന്ദ്ര നേതൃത്വത്തിന് നോക്കി നിൽക്കാനാവില്ല. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യിൽ എത്രയും വേഗം കാര്യങ്ങൾ നേരെയാക്കേണ്ടത് BJPക്ക് അത്യാവശ്യമാണ്.